ഓക്കെ, അകത്ത് എന്താ ഉള്ളത് നമുക്ക് പോയി നോക്കാം. ഓക്കെ, അങ്ങനെ പോകാം. ഓട്ടോമാറ്റിക് മെഷീനാണ്. ഇവിടുന്നാണ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കരിമ്പ് അതിലേക്ക് കൊടുക്കുമ്പോൾ വേസ്റ്റ് മാത്രം ഇതിലെ വരും. ജ്യൂസ് താഴെ കൂടി ആ ടാങ്കിൽ ഫില്ലാവും. അവിടെ നിന്ന് ജ്യൂസ് ഫിൽട്ടർ ചെയ്തിട്ട് അപ്പുറത്തെ ടാങ്കിലോട്ട് വരും. പോകുന്ന വഴിയൊക്കെ നമ്മൾ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് കൂടി ഫിൽട്ടർ ചെയ്തിട്ട് അപ്പുറത്തെ ടാങ്കിലോട്ട് ഫില്ലാവും. പിന്നെ ഇതിന് കിട്ടുന്ന വേസ്റ്റ് ആണ് നമ്മൾ കത്തിക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കത്തിക്കാനായിട്ട് നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിന്റെ വേസ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് ഇതിലോട്ട് പോയി ഡ്രയറിലോട്ട് പോയി ഉണങ്ങിയിട്ട് അതിന് നേരെ അടുപ്പിലോട്ട് വരും. 1000 കിലോ കരിമ്പ് കൊടുത്താൽ 600 രൂപ യൂസ് ചെയ്ത് 100 കിലോ കിട്ടത്തുള്ളൂ അല്ലേ? 1000 കിലോന്ന് നമുക്ക് 1 ടൺ കരിമ്പ് ചക്കര ഉണ്ടാകും. ഓക്കെ. യൂസ് ചെയ്യാറില്ല, കുറഞ്ഞതാണ്. ക്വാളിറ്റി ഫിൽറ്റർ രണ്ട് ബേസ് വെച്ചിട്ടാണ് ഒറ്റ ബേസിനല്ല ചെയ്യുന്നത്, 2 ബേസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അത്രയും ഫിൽറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലീൻ ആയിരിക്കും അല്ലേ? അതെ. മാനുവൽ മെഷീനാണ്, കൈകൊണ്ട് തിരിച്ച് ചെയ്യുന്നത്. നമ്മൾ യൂസ് ചെയ്തത് പണ്ട് ഇതാണ് യൂസ് ചെയ്തത്. ഓട്ടോമാറ്റിക് ഉള്ളതുകൊണ്ട് നമ്മൾ അതാ ചെയ്യുന്നത്. നമുക്ക് ഒരു ദിവസം 5 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. അത്രയും ചെയ്യുമ്പോഴത്തേക്കും ഇതിന് പറ്റില്ല. അതാകുമ്പോൾ ഈസിയാണ്, അതുകൊണ്ട് നമ്മൾ അത് അതാ യൂസ് ചെയ്യുന്നത്. അവിടെ ഒറിജിനൽ ആയിട്ട് എന്താണോ ചെയ്യുന്നത് അതിവിടെ ഡെമോ ആയിട്ട് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ അടുപ്പാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ വലിയ പാത്രം വെച്ചിട്ടുണ്ടാവും. അടുപ്പിന്റെ രീതി ഒന്നും കാണാൻ പറ്റത്തില്ല. കാണാനായിട്ടാണ് ഇത് വെച്ചേക്കുന്നത്. ഇത് പോകുന്ന വേസ്റ്റ് ഇത് ഡ്രയറാണ്. ഡ്രയർ പോയി ഉണങ്ങിയിട്ട് ഇതേപോലെ മെഷീൻ വരും. ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓൺ ചെയ്യുമ്പോഴത്തേക്കും വേസ്റ്റ് മൊത്തം മെഷീൻ തന്നെ അടുപ്പിലോട്ട് പോകും. നമ്മൾ കൊടുക്കേണ്ട ആവശ്യം. അപ്പൊ അവിടെ 2 അടുപ്പ് 2 പാത്രം വെച്ചിട്ടുണ്ടാവും. ആദ്യം ഇവിടെ 3 ഫിൽറ്റർ ചെയ്തിട്ട് ടാങ്കി വരും. ടാങ്കിന് ആദ്യം ആ പാത്രത്തിലോട്ട് വരും. അവിടെ നിന്ന് 1 മണിക്കൂർ തിളപ്പിക്കുമ്പോഴത്തേക്ക് ഒരു പത പോലെ സാധനം കൊണ്ടുവരും. അത് മൊളാസിസ് എന്ന് പറയും. അത് നമ്മൾ മാനുവലായിട്ട് തന്നെ കോരി പറയും. അവിടെ നിന്ന് ഇങ്ങോട്ട് വരും. 2 പാത്രത്തിന് കണക്ഷൻ ഉണ്ട്. ഇവിടെ നിന്ന് 2.5 മണിക്കൂർ തിളപ്പിച്ചിട്ടാണ് നമ്മൾ ശർക്കര ഉണ്ടാക്കുന്നത്. 2.5 മണിക്കൂർ. അപ്പൊ മൊത്തത്തിൽ പ്രോസസ്സിംഗ് തീരാൻ 3.5 മണിക്കൂർ. ഇതിന്റെ വലിയ ഹോള് വെച്ചിട്ടുണ്ടാവും. പുറത്തുനിന്ന് ഉള്ളിലോട്ട് ഓക്സിജൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. ശരി. പിന്നെ ശർക്കര കുട്ടാനാകുമ്പോഴത്തേക്കും കാട്ടുമാവിന്റെ കടയോട് നിർമ്മിച്ചിട്ടുള്ള തോണിയാണ്. ശർക്കര തോണിയിലോട്ട് നമ്മൾ ഒഴിക്കാൻ ചെയ്യുന്നത്. ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒരു 40 മിനിറ്റ് ഇളക്കി കഴിഞ്ഞിട്ട് ചൂടോട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ കാട്ടുമാവിന്റെ കളർ യൂസ് ചെയ്യാൻ കാരണം ഇതിന്റെ ചായകൾ നൽകി പോകില്ല. പിന്നെ പെട്ടെന്ന് നീര് വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ശർക്കര ഒഴിക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും, പിന്നെ വെള്ളം പോലെ ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മൾ കൈകൊണ്ട് തൊടാൻ പറ്റില്ല. അപ്പൊ ഇതിലോട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ആ നീരൊക്കെ വലിച്ചിട്ട് നമുക്ക് ഒരു 40 മിനിറ്റ് ഉള്ളിൽ തന്നെ ചൂടോട് ഉണ്ട പിടിക്കാനുള്ള പരുവത്തിലാക്കി തരും. അതിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ അടുപ്പിനൊരു പ്രത്യേകതയാണ്, എത്ര ചൂട് ഈ തിളച്ചാൽ പാത്രത്തിന് 3 വശം ചൂട് വരണം. വശം മാത്രമേ ചൂട് വരുള്ളൂ. അതുകൊണ്ട് ശർക്കര തിളച്ച് മറിയില്ല. മേലിന് വെച്ചിട്ട് താഴത്തോട്ട് വരും. കാണുമ്പോൾ എടുത്ത നീര് വരും. ഇവിടെയാണ് ഇടുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് തിളപ്പിക്കുമ്പോഴത്തേക്ക് അതുപോലെ സാധനം
കംപ്ലീറ്റ് കോരി കളയുക. കോരി കളയാം. ഇവിടെ കണക്ഷൻ ഉണ്ട്. ഓക്കെ. ഒരുപാട് ശർക്കര ആയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൽ ഓപ്പൺ ചെയ്ത് ആ തടിയിലൊഴിക്കും. നേരിട്ട് ചൂട് വെള്ളമായിരിക്കും. പാൻ ചൂടുണ്ടാവും. ഓ ഉണ്ടാവില്ല. പക്ഷെ മാത്രമേ ചൂടുണ്ടാവും. ചൂടുണ്ടാവില്ല. അതെ, ചൂടില്ല. പോവും. ഇത് തീയിലോട്ട് പോവും അല്ലേ വേസ്റ്റ്? ഓക്കെ. അടുപ്പിലേക്ക്. ഇത് ഡ്രൈ ആവുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതെ, വേസ്റ്റ്. നമ്മളിവിടെ കൊടുക്കുന്നത് ഈ 2 അടുപ്പിലോട്ട് ചെല്ലും. പിന്നെ അവിടെ ഫാൻ വെച്ചിട്ട് അതിലോട്ട് എടുക്കും ചെയ്യും. ചൂടുണ്ടാവും അടിയിൽ. ഇതിന്റെ വേസ്റ്റ് തന്നെ മതി നമുക്ക് അത് കത്തിക്കാൻ. അതെ, ഇത് കത്തോന്ന് ഞാൻ എപ്പോഴാണ് അറിയുന്നത്. ഈ കരിമ്പിന്റെ ഉണങ്ങിയാൽ മതി അല്ലേ? അത്ര ചൂടുണ്ട്. ചാരത്തിന് ചൂടിന് കരിമ്പ് പൊതുവെ ചൂടാണ്. ഈ ഹോളാണ് ഞാൻ പുറത്തുനിന്ന് ഉള്ളിലോട്ട് എയർ വരാൻ വേണ്ടി വെച്ചത്. ഓ, ഈ കോൺക്രീറ്റിന്റെ അടിയിൽ. അവിടെ കണ്ടില്ല, അതേ സെയിം തോന്നിയാണ്. അതെ, ശർക്കര ആവാൻ നേരത്തെ ഇതിനകത്ത് ഒഴിക്കും. തള്ളി നീക്കും. ഓ, അത് ശരി. ശർക്കര ഉള്ളതുകൊണ്ട് അങ്ങനെ തള്ളി നീക്കും. അപ്പൊ നമ്മൾ അത്ര ഇത് ചെയ്ത് വന്നാലും ലാസ്റ്റ് ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിക്കത്തുള്ളൂ. ഒഴിച്ചിട്ട് 40 മിനിറ്റ് ഇളക്കിയിട്ട് ചൂടോട് ഉണ്ടാകും. നോർമൽ ശർക്കരയാണെങ്കിൽ അങ്ങനെ ചെയ്യും. ചുക്ക് ശർക്കരയാണ് ചുക്ക്, ജീരക, ഏലക്ക ആഡ് ചെയ്ത്. പിന്നെ നമ്മൾ ഇതിൽ തന്നെ ശർക്കര മിഠായി ചെയ്യുന്നുണ്ട്. അത് ഇതിൽ തന്നെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ കോരി എടുത്തിട്ട് പലകമ്മ ഒഴിച്ച് തേച്ചിട്ട് അതെടുക്കും. ശർക്കര മിഠായിയാണ്. പിന്നെ അത് കാഡ്ബറിക്ക് പറഞ്ഞ പിള്ളേർക്ക് സോഫ്റ്റ് ആണ്. അണ്ട് കഴിച്ചിട്ട് വന്ന പോലെ ഹാർഡല്ല, സോഫ്റ്റ് ആണ്. പിന്നെ ശർക്കര പൊടി നമ്മൾ എടുക്കുന്നുണ്ട്. അത് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഇത് 40 മിനിറ്റ് ആകുമ്പോൾ ഉണ്ടാക്കും. പൗഡർ അങ്ങനെയല്ല, അതിൽ തന്നെ ഇട്ട് 1.5 മണിക്കൂർ ഇട്ട് ഇളക്കി ഡ്രൈ ആക്കി പൗഡറായിട്ട് തന്നെ എടുക്കുന്നു. അത് നമ്മൾ പഞ്ചസാരക്ക് വേറെ എല്ലാത്തിനും യൂസ് ചെയ്യാം. 5 ടൈപ്പ് നമ്മൾ ശർക്കര ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഷുഗർ കൗണ്ടർ നമ്മൾ ചെയ്യുന്നുണ്ട്. ശർക്കര ഇളക്കും തോറും അതിന്റെ ഷുഗർ കണ്ടന്റ് കൂടും. പിന്നെ മോയ്സ്ചറൈസിങ് കുറയും. അങ്ങനെ ചെയ്യുന്നത് ഷുഗർ ഉള്ളവർക്ക് കൂടി ശർക്കര കഴിക്കാൻ പറ്റും. പൗഡർ ഫോമിൽ കിട്ടും. ഇപ്പൊ ഈ മഴ ആയതുകൊണ്ട് നമ്മൾ അധികം അത് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സ്റ്റോക്ക് തീർന്നിരിക്കും. ഇനി അടുത്തിട്ട് ചെയ്യും. മഴ ഭയങ്കര മഴയാണ് ഇവിടെ, അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഒത്തിരി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. ടിന്നിലാക്കി വെക്കും. പക്ഷെ അത് ഇളക്കിയെടുത്ത് കുറച്ച് 50 കിലോ ആണ് ഒരു ചാക്ക്. നമുക്ക് ഇങ്ങനെയാ ലോഡ് ചാക്കായിട്ടാണ് പോകുന്നത്. പിന്നെ പാക്കറ്റിൽ നമ്മൾ ഇവിടെ ഔട്ട്ലെറ്റിൽ വിൽക്കാൻ പറ്റും. പിന്നെ ഇവിടെ ലോക്കല് നമ്മൾ സാധനം കിട്ടത്തില്ല. ഇവിടത്തെ ഷോപ്പുള്ളതുകൊണ്ട് ഇവിടെ തന്നെ കിട്ടത്തുള്ളൂ. അങ്ങനെ മറയൂർ ശർക്കര ഉണ്ടാക്കുന്നതൊക്കെ കണ്ടു. നമ്മളൊരു പാക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. 150 റുപ്പീസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അങ്ങനെ 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കേരളത്തിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന കാന്തല്ലൂരിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻസൊക്കെ പോയി വിസിറ്റ് ചെയ്തിട്ട് വേഗം വരാം. അങ്ങനെ ഇവിടെ നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ ഡിസ്റ്റൻസും കൂടി ഗൂഗിൾ മാപ്പ് കാണിക്കുള്ളൂ. നിങ്ങൾ പോകുന്ന ലൊക്കേഷൻ വേറെ എവിടെയല്ല, ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസ് ആണ് കേട്ടോ. മറയൂർ കാന്തല്ലൂർ ഇടയ്ക്കായിട്ടുള്ള ഇറച്ചിൽപ്പാറ വാട്ടർഫാൾസിലേക്കാണ്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഫാൾസ് കാണാൻ പറ്റും. ഇവിടെ കുറച്ച് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂവും കുഞ്ഞു കുഞ്ഞു കടകളും ഒത്തിരി ടൂറിസ്റ്റ് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ വാട്ടർഫാൾസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുത്തനെ വീഴില്ല, ഷവർ പോലെ ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ടാണ് വെള്ളം വീഴുന്നത്. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഞാൻ എന്തായാലും അടുത്ത് പോയി കുറച്ച് വീഡിയോസും വിഷ്വൽസും ഒക്കെ കാണിച്ചു തരാം. അപ്പം നമുക്ക് പോകാം. നല്ല രസമല്ലേ കാണിച്ചു. ഇതാ വഴി. ശരിക്കും നല്ല വെള്ളമുള്ള സമയത്ത് ഈ വഴി കൂടി ഇങ്ങനെ വെള്ളം വീഴുന്ന പോലൊരു കാലാവസ്ഥയായിരിക്കും. പക്ഷേ ഈ മലയിൽ നിന്ന് വരുന്ന വെള്ളം ഈ റോഡിലൂടെ വീഴുന്ന പോലെയായിരുന്നു. ഇതിപ്പോൾ വെള്ളം കുറവായതുകൊണ്ടാണ് ഇങ്ങനെ. എന്തായാലും നല്ലൊരു സ്പോട്ടാണ്.
ഈ ഒരു വാട്ടർഫാൾസിന് വേണ്ടിയിട്ട് കൂടിയായിരുന്നു. നമ്മുടെ ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു വാട്ടർഫാളാണ്. പിന്നെ ഇനി നമുക്ക് കാന്തല്ലൂർ പോയിട്ട് ഫ്രൂട്ട്സിൻ്റെ ഒരു ഫാമും അവിടെ എന്താ സ്പെഷ്യാലിറ്റി നമുക്ക് നോക്കിയിട്ട് വരാം. കുറച്ച് സൈറ്റ് സീനൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചൊക്കെ ട്രാവൽ ചെയ്ത് വന്നു. ഏകദേശം ഒരു 9ഓളം ഹെയർ പിൻ ബെൻഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ കാന്തല്ലൂരിലേക്ക് വരുന്നത്. ഒത്തിരി വലിയ ടൗണും കാര്യമൊന്നുമല്ല ശരിക്കും ഈ കാന്തല്ലൂർ എന്ന് പറയുന്നത് കേട്ടോ. ഇത് ചെറിയൊരു സിപ്ലൈൻ ആക്ടിവിറ്റി ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇതാണ് ശരിക്കും കാന്തല്ലൂർ ടൗൺ എന്ന് പറയുന്നത്. ഒത്തിരി വലിയ കടകളോ ഭക്ഷണം കഴിക്കാൻ വലിയ രീതിയിൽ കടകളോ ഒന്നുമില്ല. പെട്രോൾ പമ്പൊക്കെ കറക്റ്റ് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഇതാണ് ശരിക്കും കാന്തല്ലൂർ ടൗൺ. വളരെ വലിയ വിജലിമ്പിച്ച സ്ഥലമൊന്നുമല്ല, ചെറിയ സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മൾ കാന്തല്ലൂരിലെ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടുള്ള കാന്തല്ലൂർ മെയിൻ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഫ്രൂട്ട് ഫാമിലോട്ടാണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ഒത്തിരി ഉള്ളിൽ കാന്തല്ലൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലേക്കാണ് ഈ ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്താണ് ഫാമിങ്. നമുക്ക് വിളിക്കാം. ഫ്രൂട്ട്സ് ഫാമിലെത്തി. ഇവിടെ ഓപ്പൺ അല്ല, നമ്മൾ വിളിച്ചു. അകത്ത് ആളുണ്ട്, തുറക്കണം അവർ. അപ്പം വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ആള് വരുന്നുണ്ട് ചേട്ടൻ. നമുക്ക് പോയി നോക്കാം. ഓക്കെ, பிளாக் கலரா இருக்கும். உள்ளதான் பிளாக்கா இருக்கும், வெளியே தொலியெல்லாம் அதே மாதிரி இருக்கும். ஓஹோ, இது கிரீன் சில்லி. இது என்ன வச்சிருக்கு? ஃபிஷ், தண்ணி மட்டும்தான். ஓகே. ஓ ஸ்ட்ராபெரி. இது ஆப்பிள். இது பாக்குறதுக்கு வந்து நம்ம இங்க டிராவல் பண்ணி வந்தோம். பிளாக்பெர்ரி பிளாக்பெர்ரிலாம் ஜனவரி பிப்ரவரி. ஓ அப்படி சீசன். ஆப்பிளுக்கு இப்ப சீசனா? ஆமா, ஆப்பிளுக்கு சீசன் தான். இது குடுக்குறதுக்கு இல்ல. இதெல்லாம் கிடக்காதே, வார கஷ்டத்துல காமிக்கிறீங்க. பாக்குறதுக்காண்டி மட்டும் தான் இருக்கு. அது வெள்ளை சப்போட்டா. பிளாக் மத்தது இது ஒயிட். ஓகே. ஆரஞ்சு ஏதோ கூட இல்ல. ஆரஞ்சு எல்லாம் இந்த சீசன் நவம்பர் டிசம்பர். ஓகே. பாப்பா வந்தா ஆரஞ்சு கிடைக்கும். இப்போ இருக்கு, உங்களுக்கு பாக்குறதுக்குள்ள காய் இருக்கு. ஆரஞ்சு காய்ச்சி தான். ஆஹா. சின்ன காய்களா கிடக்கு. கிவி இப்படிதான் வருமால? இதுல கிவி இருக்கு, பேஷன் புட்டும் கிடக்கு. இந்த காய் வந்து பேஷன் புட்டு. ஓகே ஓகே. கிவி இப்படிதான் வரும் வள்ளி. இதான். ஓகே. பியர். இது காய்ச்சிருக்கு. இதுக்கு இப்ப சீசனா பியர்? இது சீசன் தான். ஆஹா. The apple. இந்த வளைக்கல கிடக்குறேன். காந்தல்லூர் ஆப்பிள். ஆரஞ்சு எல்லாம் இருக்கு. தமிழ் நல்ல பேசுறதா எந்த ஊருன்னு கேட்டேன். தமிழ்நாடா என்ன? தமிழ்நாடு இல்ல. இது மரத்தக்காளி. ஓ, இது எப்படி இனிப்பா இருக்குமா? புளிப்பு தான், தக்காளி மாதிரி. தக்காளி மாதிரி தான். இது வந்து குட்டி ஆரஞ்சு, ரொம்ப புளியா இருக்குமோ? ஓ அப்படி. ஓ 600. இங்க இருக்கா நாட்டுல? பியர், சபர்ஜலி. மெடிசின் எதுவுமே யூஸ் பண்றது இல்ல. ஓகே.
പ്ലം மெடிசன் யூஸ் பண்ணோம்னா காய்கள் பெருசா இருக்கும். ஆமா அதே இந்த மரம் வேகம் போகுது. நம்ம அங்க பக்கத்துல அந்த திராட்சை தோட்டம் அங்கெல்லாம் இருக்கு, தேனி சைடுல அங்கெல்லாம் ஃபுல்லா மெடிசன் யூஸ் பண்ணுவாங்க அவரு. அது சொல்லுங்க. ஜனவரி பிப்ரவரி ஆச்சுன்னா ஸ்ட்ராபெரி பழம், பிளாக்பெரி, ஓ அப்படியா, வைன், ஜாம் எல்லாமே கிடைச்சிடும். ஜனவரி பிப்ரவரி தான் ஸ்ட்ராபெரி சீசன். இப்போ நெல்லிக்காய் அரைச்சிட்டு இருக்கு 600 ரூபா. ஓ நெல்லிக்காய் ஒரு லிட்டர் வந்து 600 ரூபா. இந்த கிடக்குற எல்லாம் அரைஞ்சுதான், இந்த சின்ன மரத்தெல்லாம் கிடக்கு. அதெல்லாம் அரைச்சு இனி அங்க எல்லாமே இப்படியே போய் அப்படியே நம்ம மேலே சுத்தி வரும். ஓகே, கேமரால பார்த்துட்டே இருப்பாரு. உள்ள உட்காந்துருக்கிறாரு. சரி. இவ ஓனர் வந்து மலையாளியா? மலையாளி, பாவுச்சேட்டு. ஓகே ஓகே ஓகே. ரிட்டர்ன் வீட்டுக்கு போவாங்க இங்க இருந்து. இதுதான் கடைசி பார்க்க இங்க வந்த. வியூ பாயிண்ட் பாத்தீங்களா? பிரமரம் ஷூட்டிங் பாயிண்ட் இல்ல இல்லையா? இல்ல. கீழ இருந்து வரும்போது ஸ்ட்ரிப் லைன் பாத்தீங்களா? சிப்லைன். ஸ்ட்ரிப் லைன் லெஃப்ட்ல போனா நல்லா இருக்குமா? நல்ல வியூ பாயிண்ட் இல்ல. அப்படியா? சரி, அப்ப பாப்போம். நீங்க சொன்னனால பாப்போம். பிரமரம் ஷூட்டிங் பாயிண்ட். அது நான் கேள்விப்பட்டிருக்கேன். அந்த மூவி ஷூட் பண்ணது அங்க. ആമാ. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ കൂടി പോയി നോക്കാം. നമ്മൾ ഫ്രൂട്ട് ഫാം ഒക്കെ കണ്ടു. ഇതാണ് നമ്മുടെ ഫ്രൂട്ട് ഫാം എൻട്രൻസ്. പേര് വന്നിട്ട് സ്നോ ലൈൻ എന്നും പറഞ്ഞിട്ടാണ് പേര് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇവിടെ ആക്ച്വലി ആപ്പിളൊക്കെ ഉണ്ട്, ഞങ്ങൾക്ക് വീഡിയോ കണ്ട പോലെ. പക്ഷെ ഒത്തിരി സീസണല്ല, അവർ പറഞ്ഞ സീസൺ വ്യത്യാസമുണ്ട്. സ്ട്രോബെറിക്കൊക്കെ ജനുവരിയിലൊക്കെ വരാനാണ് പറഞ്ഞത്. അപ്പോൾ ജനുവരിയൊക്കെ ആകുമ്പോഴത്തേക്ക് വന്നാൽ നമുക്ക് സ്ട്രോബെറിയൊക്കെ വാങ്ങിക്കൊണ്ട് പോകാം, ജാമൊക്കെ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പുള്ളി പറഞ്ഞു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആപ്പിൾ പിടിച്ചു വയ്ക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. സോ അതൊക്കെ കാണാൻ പറ്റി. ഇവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നമുക്ക് ചെറിയൊരു ചായയും കുടിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകാം. പോകുന്ന വഴിക്ക് ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത ഒരു ലൊക്കേഷൻ ഉണ്ടെന്ന് നമ്മുടെ ചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതുകൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഇത് കണ്ടോ, ഞാൻ പോകുന്ന വഴി കണ്ടതാണ് തേനീച്ചക്കൂട. പാറക്കടിയിൽ തേനീച്ച കണ്ടോ, ഒത്തിരി ഉണ്ട്. ഇതാണ് പുള്ളി പറഞ്ഞ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ കേട്ടോ. ഇത് നമ്മൾ വേറൊരു സൈഡിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പം മൂവി കണ്ടവർക്കറിയാം, ഇതാണ് ആ മൂവിയിൽ കടത്തിരിക്കുന്ന ആ ലൊക്കേഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ കാന്തല്ലൂർ പോയി ഫ്രൂട്ട്സ് ഫാം കണ്ടു, വെള്ളച്ചാട്ടം കണ്ടു, പിന്നെ കുറച്ച് ചെറിയ ചെറിയ സൈറ്റ്സിനെ കണ്ടു. ഇപ്പം മൂന്നാർ ഞാൻ നിൽക്കുകയാണ്. ഇവിടെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇപ്പം സമയം 6 മണിയായി. ഒന്നും കാണാൻ പറ്റില്ല, ഫുള്ള് കോടയാണ്. കണ്ടോ, ഫുള്ള് കോടയാണ്. സോ ഇപ്പം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ രാവിലെ ഫോട്ടോ ഒക്കെ എടുത്തൊരു സ്പോട്ടാണ്. ഇവിടെ ഫുള്ള് തേയിലത്തോട്ടമായിരുന്നു, ഇപ്പോൾ ഫുള്ള് മഞ്ഞായി. ഓക്കെ, പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ആക്കി. ബൈ ബൈ. അടുത്ത ലൊക്കേഷനായിട്ട് ഞാൻ ഇത്രയും പെട്ടെന്ന് തന്നെ വീണ്ടും വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺഡ്. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും തുടർന്ന് നിങ്ങൾ കാണണമെന്നും നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമെന്നും നിങ്ങളെ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. ഓക്കെ, എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് സ്റ്റേ ട്യൂൺഡ്. വിൽ സീ അഗെയിൻ. ബൈ.